കുംഭമേളയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെയും നമ്മൾ പ്രയാഗ്രാജിൽ നടന്നൊരു വലിയ ദുരന്തത്തെ ഏത് രീതിയിലാണ് പല ആളുകളും ചേർന്ന് അട്ടിമറിക്കാൻ ശ്രമിച്ചത്, അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ദുരന്തം സംഭവിച്ചത് എന്ന രീതിയിലും പല തരത്തിലുള്ള അന്വേഷണങ്ങളും ഇപ്പോൾ നടന്നു വരികയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ഒരു ട്രെയിനിനെയാണ്. ഭക്തർ കുംഭമേളയിലേക്ക് പോകുന്ന ഈ പ്രദേശത്തേക്ക് പോകുന്ന ആ ട്രെയിനിന് നേരെയാണ് കുറേയധികം സംഘം അക്രമം കാണിച്ചത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? കുംഭമേള എന്ന് കേൾക്കുമ്പോൾ പലരും അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. നമ്മളത് പലതവണ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് കുംഭമേളയിൽ ബീഹാറിലെ മധുബാനി റെയിൽവേ സ്റ്റേഷനിൽ മേളയ്ക്കായി പ്രയാഗ്രാജിലേക്ക് പോവുകയായിരുന്ന തീവണ്ടിയിൽ കയറാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് നിരാശരായ ഭക്തർ എന്നാണ് പറയുന്നത്. ഇവർ ട്രെയിനിൻ്റെ ജനലുകൾ അടിച്ച് തെറിപ്പിക്കുന്നു, യാത്രക്കാരെ ക്രൂരമായി ആക്രമിക്കുന്നു, AC കമ്പാർട്ട്മെൻറ്റുകൾ ആക്രമിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പറയുന്നത് പ്രയാഗ്രാജിലെ കുംഭമേളയ്ക്ക് എത്താൻ കഴിയാത്തതിലെ നിരാശ കാരണമാണ് ഇവർ ട്രെയിനുകൾ ആക്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് കാണിക്കാം. അതിനുശേഷം ബാക്കി കൂടുതൽ വിവരങ്ങൾ പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും എന്താണ് ഈ നിരാശരായ ഭക്തർ എന്ന് പറയുന്നത്. ഒരിക്കലും ഭക്തർ ഇത്തരത്തിൽ പ്രയാഗ്രാജിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഏതൊരു വിശ്വാസത്തിൻ്റെയും ചുവട് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഭക്തർ ഒരിക്കലും ഇത്തരം അക്രമ സാധ്യതയുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവർ ഭക്തരാണോ എന്നുള്ളത്, അല്ലെങ്കിൽ ഭക്തിയുടെ മലർവിൽ അല്ലെങ്കിൽ ഭക്തരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുംഭമേളയെ തകർക്കാനായി അല്ലെങ്കിൽ അത്തരത്തിൽ കുംഭമേളയ്ക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി വന്നവരാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിലൂടെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ചോദിക്കുന്നത്. അതായത് പ്രയാഗ്രാജിലേക്ക് പോയ ട്രെയിനിന് നേരെ ബീഹാറിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. തിരക്ക് കാരണം ഭക്തർക്ക് ട്രെയിനിൽ കയറാൻ കഴിഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല തീവണ്ടിക്ക് നേരെ കല്ലേറ്, ജനൽ ചില്ലുകൾ തകർക്കുന്നു, ആളുകളെ ആക്രമിക്കുന്നു, സാധനങ്ങൾ വാരി പുറത്തെറിയുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് ഇവർ കുംഭമേളയുടെ പേരിൽ കാണിക്കുന്നത് എന്ന് പറയുന്നത്. ബീഹാറിലെ മധുബാനി റെയിൽവേ സ്റ്റേഷനിൽ കുംഭമേളയ്ക്കായി പ്രയാഗ്രാജിലേക്ക് പോകുന്ന ഭക്തർ ട്രെയിനിൻ്റെ AC കോച്ചുകൾ അടിച്ച് തകർത്തപ്പോഴാണ് ഈ സംഘർഷാവസ്ഥ തുടങ്ങിയത്. സംഭവത്തിൻ്റെ വീഡിയോകളൊക്കെ ഇപ്പോൾ നമ്മൾ കാണിച്ചതടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഈ പ്രകോപിതരായ യാത്രക്കാർ ട്രെയിനിന് നേരെ കല്ലെറിയുന്നതും ജനാലകൾ തകർക്കുന്നതും കമ്പാർട്ട്മെൻറ്റുകളിൽ ബലമായി പ്രവേശിക്കുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. AC കോച്ചുകൾ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ വാതിലുകൾ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നുവെന്ന് മറ്റ് യാത്രക്കാർ പറയുന്നുണ്ട്. സ്റ്റേഷനിലെ തിരക്ക് വർദ്ധിച്ചതോടെ ചില യാത്രക്കാർ ജനലിലൂടെ കയറാൻ ശ്രമിച്ചു. മറ്റുള്ളവർ ഈ ജനലിലൂടെ കയറാൻ ശ്രമിച്ചവരെ കല്ലെറിയുകയും ഇങ്ങനെ പുറത്തേക്ക് പിടിച്ച് തള്ളുകയും ചെയ്തു. ഇതൊക്കെ വളരെ അപകടം പിടിച്ച കാര്യമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ആക്രമണം നടത്തുക, ട്രെയിൻ നിർത്തിയിടുമ്പോൾ അതിൽ സീറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിനിനകത്തിരിക്കുന്ന യാത്രക്കാരെ ആക്രമിക്കുക. പക്ഷേ ഇതിൻ്റെയൊക്കെ പേരെന്താണ്? കുംഭമേളയ്ക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിനെ ആക്രമിക്കുന്നു. അപ്പം പേര് മോശപ്പെടുത്തുന്നത് കുംഭമേളയ്ക്കാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഒരു ട്രെയിനിലും കയറി ഇവർക്ക് പ്രയാഗ്രാജിലേക്ക് എത്താൻ കഴിയുന്നില്ല, അത്രത്തോളം തിരക്കാണ്, ആ തിരക്ക് കാരണം എത്താൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് ചിലപ്പോൾ സത്യമായിരിക്കാം. ഒരുപാട് പേർ, ഏകദേശം 48 കോടിയിലധികം ജനങ്ങൾ വന്നു പോകുന്ന, അല്ലെങ്കിൽ ഒരു ദിവസം ഈ ഒരു കണക്കനുസരിച്ച് ഏകദേശം 37 കോടിയിലധികം ജനങ്ങൾ വന്നു പോവുകയാണ്. അപ്പോൾ അത്തരം ഒരു സ്ഥലത്തേക്ക് തീവണ്ടികൾ ഫുൾ ബുക്കിംഗ് ആകും, യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാകും. അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നു. കുറച്ചുകൂടി ട്രെയിനുകൾ അവിടെ സർവീസുകൾ നടത്താൻ കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ അത്തരത്തിൽ എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ എങ്കിൽ പോലും ഭക്തരെന്ന പേരിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്, ഇത്തരം ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക്, പൊതുഗതാഗത സർവീസുകളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ മാറുന്നത് അത് കുംഭമേളയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത്
പറയാതിരിക്കാൻ കഴിയില്ല. നേരത്തെ തന്നെ ഏകദേശം 40 പേർ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടായിരുന്നു. അത് ചിലർ മനഃപൂർവ്വമായി ഈ 35-36 കോടി ജനങ്ങൾ വരുന്നിടത്ത് 40 പേർക്ക് അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് എങ്ങനെയാണ് ഇത്ര പരിക്കേൽക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് മരണം സംഭവിക്കുന്നതെന്ന് ചോദിച്ച് ചെല്ലുന്നിടത്താണ് ഇത് മനഃപൂർവ്വമായി ആരൊക്കെയോ കരുതിക്കൂട്ടി കുംഭമേളയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. നേരത്തെ ഈ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായി. അതിൽ ആളുകൾക്ക് അപകടം പറ്റിയില്ല. പക്ഷേ ഖാലിസ്ഥാൻ തീവ്രവാദ സംഘടനകൾ ഞങ്ങളാണിത് ചെയ്തത്, ഞങ്ങൾ കുംഭമേളയെ തകർത്തിരിക്കും, മോദി വന്നു കഴിയുമ്പോൾ മോദിയുടെ തല പോലും കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീരവാദം മുഴക്കി. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തി കുളിച്ച് വെള്ളവും കുടിച്ച് ഗംഗയിലെ വെള്ളവും കുടിച്ചിട്ടാണ് പോകണമെന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ കുംഭമേള എന്ന് പറയുമ്പോൾ കുറേ പേര് അസ്വസ്ഥരാകുന്നു. അവർക്കുണ്ടാവുന്ന ഈ അസ്വസ്ഥതയുടെ ഫലമാണ് ഇത്തരത്തിൽ ചില അക്രമങ്ങൾ അഴിച്ചുവിടാൻ അവർ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയല്ലേ കരുതേണ്ടത്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സുഡാപ്പികളാണ് ഇതിൽ ഏറ്റവും വലിയ വില്ലന്മാർ എന്ന് പറയുന്നത്. ഈ സുഡാപ്പികൾക്ക് ഈ കുംഭമേളയെ യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു സത്യാവസ്ഥ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടതാണ്. പല ചിത്രങ്ങൾ, പല സ്വാമിമാരുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഒക്കെ വരുമ്പോൾ അതിനെതിരെയൊക്കെ രൂക്ഷമായ രീതിയിൽ കളിയാക്കിക്കൊണ്ടുള്ള കമൻറ്റുകൾ, സ്മൈലി പോലുള്ള ഇമോജികൾ ഇടുക. അപ്പോൾ ഈ കുംഭമേളയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ദാരിദ്ര്യം മാറുമോ എന്ന ഖാർഗെയുടെ അതേ പരാമർശം ഇതേ സുഡാപ്പികൾ എടുത്തിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇത്തരം രീതിയിൽ ഈ ലോകം മുഴുവൻ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു ഫെസ്റ്റിവലിനെ മനുഷ്യൻ്റെ ജാതിക്കോ മതത്തിനോ അല്ലെങ്കിൽ മറ്റ് വേലിക്കെട്ടുകൾക്കോ ഒന്നും സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കി കൊടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഐക്യത്തിൻ്റെ ഒരു സംഗമ ഭൂമിയാണ് യഥാർത്ഥത്തിൽ ഈ കുംഭമേള എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹനീയമായ സന്ദേശം നൽകുന്ന കുംഭമേളയെ ഇത്തരത്തിൽ സുഡാപ്പികൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിനെ നമുക്ക് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അതിൻ്റെ മറ്റൊരു വകഭേദമാണ് ധന്യ ഇപ്പം പറഞ്ഞ മറ്റ് രീതിയിലുള്ള മറ്റ് പല ആക്രമണങ്ങളും എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഉള്ളിൽ നിന്ന് ഇന്ത്യ ലോകശ്രദ്ധേയമായി തീരുന്നു എന്ന് പറയുമ്പോൾ അസൂയ ജനിക്കുകയാണ് ചെയ്യുന്നത്. കാരണം മറ്റ് പല ഫെസ്റ്റിവലും ഉണ്ടല്ലോ, നമുക്കറിയാം. മറ്റു പല മതങ്ങളുടെയും ആചാരപരമായിട്ടുള്ള പല ഫെസ്റ്റിവലും ഉണ്ട്. അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലാണ് ആളുകൾ ഇവിടെ ഒഴുകിയെത്തുന്നത്. അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ അവിടെയൊക്കെ പോകണമെങ്കിൽ ഒന്നിക്കൽ നിങ്ങൾ ആ മതം പിന്തുടരുന്ന ഒരാളായിരിക്കണം, അത്തരത്തിലുണ്ട്. പക്ഷെ കുംഭമേളയിൽ ആ ഒരു വിഷയമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. മുസ്ലിമിന് വരാം, ക്രിസ്ത്യന് വരാം, മറ്റേത് ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും വരാം. ഒരു വേലിക്കെട്ടുകളും കുംഭമേളയിലില്ല. അപ്പം വേലിക്കെട്ടുകളില്ലാത്ത കുംഭമേളയിൽ വേലിക്കെട്ടുകൾ നിർമ്മിച്ച് അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ചില തൽപര കക്ഷികളാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. പക്ഷേ UP സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർ പറയുന്നത്, ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, ഈ കുംഭമേള തകർക്കാൻ ശ്രമിച്ചാൽ നിൻ്റെയൊക്കെ 7 തലമുറകളെ ഞാൻ വച്ചേക്കില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരം, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സംസ്കാരം, ആ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ആ ശ്രമത്തെ പാടെ പിഴുത് കളയും എന്നുള്ള ഒരു കൃത്യമായ ബോധം അല്ലെങ്കിൽ കൃത്യമായ എന്താ പറയുക നിലപാട് തന്നെയാണ് യോഗി സർക്കാർ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ ആക്രമിക്കാൻ എത്തുന്നവർക്ക് നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കുംഭമേള എന്ന് പറയുമ്പോൾ ഇപ്പോൾ മൊണാലിസയെ പോലുള്ളവർ വലിയ രീതിയിൽ വൈറലായി മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. അപ്പോൾ അത് ലോകം മുഴുവൻ ഇപ്പോൾ വേലിക്കെട്ടുകൾ, ഗൗതം പറഞ്ഞതുപോലെ വേലിക്കെട്ടുകളില്ലാതെ അതിങ്ങനെ പടർന്ന് പന്തലിക്കുകയാണ്. അത് കാണുമ്പോൾ ചിലർക്കുണ്ടാകുന്ന അസൂയ തന്നെയാണ് ഇതിനെ തകർക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കുംഭമേള അവസാനിക്കാൻ വേണ്ടി പോവാണ്. വിജയകരമായിട്ട് വരും ദിവസങ്ങളിൽ അത് പൂർത്തിയാവട്ടെ, ഒരുപാട് ആളുകൾ എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.